ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. വീട്ടിൽ നിന്നും എൻ്റെ ജോലി ആട്ടോ ഓടിക്കുകയാണ്, ആട്ടോ ഡ്രൈവറാണ്, സ്വന്തമായിട്ട് വണ്ടി ഓടും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അധികം ഓട്ടമൊന്നുമില്ല, ഫോണിലും അധികം ഓട്ടങ്ങളൊന്നും തന്നെ വരുന്നില്ല. എന്നാൽ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാൻഡിലോട്ട് പോകാമെന്ന് കരുതി. സ്റ്റാൻഡ് അഞ്ചലാണ്, അഞ്ചൽ ചന്തമുക്ക് ഡി സ്റ്റാൻഡ്. അങ്ങനെ മോള് വന്ന് ഗേറ്റൊക്കെ തുറന്ന് വന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അഞ്ചലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ ഒന്നും അധികം കാണത്തില്ല, പിന്നെ കുറച്ച് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ച് വരുന്നവരോ വണ്ടിയൊന്നും കിട്ടാതെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഓടാം എന്നുള്ളതേ ഉള്ളൂ. വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഓട്ടങ്ങൾ കൂടുതലും പൊതുവായിട്ട്. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ചലോട്ട് പോകുന്ന വഴിയാണ്. ക്യാമറ കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ഇവിടുന്ന് സ്റ്റാൻഡിലോട്ട് ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഈ ജപ്പാൻ്റെ ഈ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ വന്നുകൊണ്ട് റോഡൊക്കെ കുറേ കുത്തിക്കുഴിച്ചൊക്കെ ഇട്ടേക്കാണ്. ചിലതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഭാഗമൊക്കെ ഇനിയും റെഡിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ സ്ഥിരം ഓടുന്നതല്ലേ ഓട്ടോറിക്ഷ സ്ഥിരം ഓടി ഫ്രണ്ടൊക്കെ നല്ല പണിയാവും. വർഷത്തിലൊക്കെ നല്ല പൈസ കൊടുത്തെങ്കിലേ പറ്റും. എനിക്കൊന്ന് ചെറിയൊരു ആൾട്ടോ കാറ് കൊണ്ട് നടക്കുന്നതിലും കൂടുതൽ ചിലവാണ് ഈ ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. പാർട്സിനൊക്കെ നല്ല വിലയാണ്, കേബിളായാലും കാര്യങ്ങളായാലും. കൂടുതലും കേബിളാണ്, ഗിയറും ആക്സിലേറ്ററും ക്ലച്ചും എല്ലാം കേബിളാണ്. അതുകൊണ്ട് കേബിളൊക്കെ ഏത് സമയത്തും പൊട്ടാം എന്ന് കരുതി എപ്പോഴും ഒന്നും പൊട്ടക്കൊന്നുമല്ല, കുഴപ്പമില്ല. ഇത് നമ്മുടെ സ്ഥലം ഒറ്റത്തെങ്ങെന്ന് പറയും. പോകുന്ന വഴിക്ക് അഞ്ചലോട്ട് പോകുന്ന വഴിക്ക് അല്ല, നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. തുടുപ്പറ കുന്നെന്ന് പറയും സ്ഥലപ്പേര്. മുസ്ലിം പള്ളി, തങ്ങൾ നഗർ ജംഗ്ഷൻ എന്നൊക്കെ പറയും. അഞ്ചലോട്ട് പോകുന്നത് ഈ ഇടത് സൈഡിൽ കാണുന്ന മധുര കേട്ടോ, ഇതാണ് നമ്മുടെ പള്ളി. ഓട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് ഒരു ദിവസം നേരെ കാണിക്കാം. അതിൻ്റെ വീഡിയോ ഒക്കെ അല്ലാതെ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡ് മോശമായിട്ട് ഒരുപാട് സ്പീഡിൽ പോകാനും പറ്റത്തില്ല. സ്റ്റാൻഡ് വന്നതിന് ശേഷമാണ് വോയിസ് എഡിറ്റ് ചെയ്ത് അയക്കുന്നത്. കാരണം വണ്ടിയുടെ സൗണ്ടും കൂടെ വോയിസും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും കേട്ടാൽ ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നും. ആട്ടോടെ സൗണ്ട് അറിയാലോ, നല്ല കിട്ടുകിട്ടാന്നുള്ള സൗണ്ടാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടണമൊന്നുമില്ല, ഒരു വീഡിയോ എടുത്തിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഏകദേശം 14 വർഷം കൊണ്ട് ഞാൻ ആട്ടോ ഓടിക്കുന്നുണ്ട്. കറക്റ്റ് 14 വർഷം കൊണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടുന്നുണ്ട്. പിന്നെ വർഷാവർഷം ഇൻഷുറൻസും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പെൻഡിങ്ങോ കാര്യങ്ങളോ ആവുകയാണെങ്കിൽ മാത്രമാണ് ഇടയ്ക്ക് ചില സ്റ്റാൻഡിൽ പോവാതെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പം പേപ്പർ ഭാഗമെല്ലാം ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകും. സ്ഥലം കണ്ട നല്ല രസമല്ലേ കാണാൻ. മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാം നല്ല പച്ചപ്പായി, പോച്ചൊക്കെ കളിച്ചിറങ്ങും. മെയിൻ റോഡിലോട്ട് ഇറങ്ങും. ആർച്ച് കേട്ടോ, പള്ളിയുടെ ആർച്ച നേരത്തെ കണ്ടത്. നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങും. ഈ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് നേരെ മാളകം കൊട്ടാരക്കര അങ്ങനെ പോയി MC റോഡിൽ കയറാം. ഇത് ലെഫ്റ്റ് അഞ്ചലോട്ട് പോകുന്ന വഴി. അഞ്ചൽ ചെന്നാൽ പിന്നെ പുനലൂർ, കുളത്തുപുഴ, അവിടുന്ന് റൈറ്റ് പിന്നെ ആയൂർ, എല്ലായിടത്തോട്ടും പോകാം. നല്ല റോഡാണ്, നല്ല സൂപ്പർ റോഡാണ്, പണിഞ്ഞിട്ടിരിക്കുന്ന റോഡാണ്. ഭയങ്കരമായ വീതിയൊന്നുമില്ല, എന്നാൽ തന്നെ ആവശ്യത്തിന് വീതിയൊന്നും. ഒരുപാട് ഫ്രഷായിട്ടുള്ള വണ്ടിയൊന്നും എപ്പോഴും പോകാറൊന്നുമില്ല. റോഡിൽ നിന്നും ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് പൊതുവേ തിരക്കും കുറവാകും, അങ്ങനെയുള്ള പ്രശ്നമാണ്. അങ്ങനെ വണ്ടി പറക്കുകയാണ്, വണ്ടി പറന്ന് പോവുകയാണ്. ആരുമില്ലല്ലോ റോഡിൽ, അതുകൊണ്ട് ഒരുപാടൊന്നും സ്ലോ ചെയ്ത് പോകണ്ട. ബ്ലോക്ക് വല്ലതും വരുവാണെങ്കിൽ മാത്രമേ പറ്റില്ല. തിരക്കൊന്നുമില്ല ഈ റോഡിൽ. പനയഞ്ചേരി, ആ ലെഫ്റ്റ് കണ്ട ബോർഡ് പനയഞ്ചേരിയാണത്. ഫ്രണ്ടിൽ പോകുന്ന ആട്ടോ ഉണ്ടോ, ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം. പുള്ളി എവിടുന്നോ റൈറ്റ് തിരിഞ്ഞപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടതാണ്. ഈ ബീപ്പ് സൗണ്ടോ ഒരു ടോണോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയത്തുമില്ല ഇൻഡിക്കേറ്റർ കിടക്കുന്നത്. ഇതാണ് പനയഞ്ചേരി ജംഗ്ഷൻ, നല്ല വളവാണ്. അങ്ങനെ നമുക്ക് ഒരാളെ കിട്ടിയിരിക്കുകയാണ്. ഒരാളെ കിട്ടി.
10 രൂപയുടെ കോളത്തു ഒന്നാമൻ കയറി. വണ്ടി വീണ്ടും അഞ്ചലോട്ട് പോവുകയാണ്. നല്ല കയറ്റമാണ് ഇവിടെയൊക്കെ. ക്യാമറ കാണുമ്പോൾ വലിയ കയറ്റമായിട്ട് തോന്നുന്നതുമില്ല. സെക്കൻഡിൽ കയറണം, മുമ്പിൽ കയറത്തുള്ളൂ. ഇവിടെയൊക്കെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിൽ, നല്ല സൂപ്പർ വെയിലാണ്. നാട്ടോട് ബാക്കി എഴുതിയിരിക്കുന്നുണ്ടോ? വായിക്കാൻ പറ്റില്ല. വായിക്കാം. ഇനി അടുത്ത സിഗ്നൽ വരുന്നു. നമുക്കപ്പോഴത്തേനും ഇത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിനറിയാം. ഇനി 1:30 മണിയായി. ഇപ്പം തന്നെ ഇറങ്ങി വരണ്ടായിരുന്നു. സിഗ്നൽ ആവാറാകുന്നു. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബൈപ്പാസാണ്. ഇന്നലത്തെ ബൈപ്പാസ് സൂപ്പറാണ്. കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. റൈറ്റ് ആയൂർ, ലെഫ്റ്റ് പുനലൂർ, സ്ട്രൈറ്റ് 5. സിഗ്നൽ ഇപ്പോൾ ഓക്കെ ആയി കിടന്നതാണ്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ സ്ലോ ആയ കാരണം സിഗ്നൽ റെഡായി. 60 സെക്കൻഡിൽ ഇവിടെ കിടക്കണം. ഇവിടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. മൈ മം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. മനസ്സിലായല്ലേ? അത് തന്നെയാണ് പേര്. ആട്ടോക്കാരുടെ എല്ലാവരുടെയും ഒരു ശീലമാണ് വണ്ടിയുടെ ബാക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതുക. പഴയ ഒരു എഴുത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ എഴുതി അതൊക്കെ അങ്ങ് ഒരു ബോറായി തുടങ്ങി. അതൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഞാനൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് എഴുതണം. പക്ഷെ ഞാൻ എഴുതുന്നത് ഒരെഴുത്തായിരിക്കും. ഞെട്ടും നല്ലത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ എഴുതാതിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. എഴുതുമ്പം എല്ലാവരെയും അറിയിക്കുന്നതായിരുന്നു. സിഗ്നലായി വണ്ടി വീണ്ടും പോവുകയാണ്. സുഹൃത്തുക്കളെ, സ്റ്റാൻഡിലേക്ക് അടിച്ചു വാരാൻ ചെന്നിപ്പോൾ അടിച്ച് കയറി ഞാൻ കാലിക്കന്നെ വീട്ടിലോട്ട് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടോ? ലെഫ്റ്റാണ് നമ്മൾ അഞ്ചലത്തെ പോലീസ് സ്റ്റേഷൻ. നമുക്കങ്ങനെ പോകേണ്ടിയൊന്നും വന്നിട്ടില്ല. വരാതിരിക്കട്ടെ ദൈവമേ. ഭയങ്കര വിജനതല്ലേ. വണ്ടി പോലും വരുന്നില്ല ഓപ്പോസിറ്റ്. ഇവിടെ ലെഫ്റ്റ് നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണമുണ്ട്. അതിൻ്റെ ബസ്സാണെന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്നത്. തിരിച്ചു പോകും. അഞ്ചൽ ചന്തമുക്ക് റൈറ്റ് സൈഡിലാണ് നമ്മുടെ സ്റ്റാൻഡ്. വണ്ടി കുറവാണ്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കൊണ്ട് ഞാൻ കൊണ്ട് കയറ്റിയാണ്. ആളെ ഇറക്കട്ടെ. ആളെ ഇറക്കി ചേട്ടൻ ചില്ലറയില്ല. അങ്ങനെ പൈസ ചില്ലറ മേടിക്കാൻ പോയി. ഓക്കെ, വണ്ടി ഇനി മുന്നോട്ട് കയറ്റിയിടണം. ചെറിയൊരു ഗ്യാപ്പാണ്. ചെറിയ ഗ്യാപ്പിൽ ഒരു വണ്ടി കിടക്കാനുള്ള ഗ്യാപ്പ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറ്റിയിടാം. അങ്ങോട്ട് കയറ്റിയിട്ട് പിന്നെ അവിടെ വെയിൽ കൊണ്ടുപോകാൻ തുടങ്ങും. നല്ല വെയിലാണ്. ഇവിടെ നിന്ന് വെയിൽ മാറണമെങ്കിൽ ഓക്കെ. ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഇതൊക്കെ താല്പര്യമുള്ളവർ മാത്രം കാണുക. ആരും തെറിയൊന്നും വിളിക്കരുത്. ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ.